ഞങ്ങൾ ഒന്നാമത് തന്നെ സർക്കാരാണ് അതിൻ്റെ സ്ഥലം അലോട്ട് ചെയ്യേണ്ടത്. സർക്കാർ സ്ഥലം അലോട്ട് ചെയ്തില്ല. അപ്പം ഞങ്ങൾ സ്ഥലം കണ്ടെത്തേണ്ടതായിട്ടുള്ളൂ. ഇല്ല, അതിനകത്തൊരു പശകുണ്ട് പ്രസിഡന്റ്. അത് കോമൺ ആയിട്ട് യോഗം വിളിച്ചിരുന്നു. വി ഡി സതീശനടക്കം പ്രതിപക്ഷ നേതാവ്, വ്യവസായികൾ, സംരംഭകര് ഇതിന് സഹകരിക്കുന്ന യോഗം വിളിച്ചു. ഈ മറ്റേ എസ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ എസ്റ്റേറ്റ് ഏറ്റെടുത്ത ശേഷം പൊതുവായിട്ടാണ് സർക്കാർ അത് നടത്തുന്നത്. ആ സ്ഥലം അവിടെ അനുവദിക്കുന്നു, അതിലാണ് നമ്മൾ കൊടുക്കുന്ന ഡൊണേഷൻ ഉപയോഗിച്ചാണ് വീട് നിർമ്മിക്കുന്നത്. അപ്പൊ അതിനകത്ത് സ്ഥലം അനുവദിച്ചില്ല. ഇവിടെയാണ് അപേക്ഷ നൽകിയത്. ഈ യോഗത്തിൽ യൂത്ത് കോൺഗ്രസോ പങ്കെടുത്തിരുന്നു. അവിടെ പ്രതിപക്ഷ നേതാവ് എന്താ അഭിപ്രായമാണ് പറഞ്ഞത്? അപേക്ഷ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. സർക്കാർ സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അറിയാൻ സർക്കാർ എല്ലാ പൈസയും സർക്കാരിലേക്ക് മേടിച്ചു കൊടുക്കാനുള്ള തീരുമാനം എടുത്തത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ, പിന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം സുതാര്യതയോടെ അവിടെ പറഞ്ഞ വാക്ക് പാലിക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ നടപടിയാണ് ഇപ്പം അല്ലേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും ഈ സ്ഥലം കണ്ടെത്തുന്ന മുറക്ക് ആ വീടുകളും തീർച്ചയായിട്ടും നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട, അതിനകത്ത് സംശയമില്ല. മാത്രമല്ല, അക്കൗണ്ടിനെ സംബന്ധിച്ച് ആരോട് സൂചിപ്പിച്ചു, അതിനുവേണ്ടി ശേഖരിച്ച രൂപയിൽ നിന്ന് ഒരു നയാ പൈസ പോലും മറ്റൊരാവശ്യത്തിനും എടുത്തിട്ടുമില്ല, ഇതുവരെ അതിൽ തൊട്ടിട്ടുമില്ല. സ്ഥലം എപ്പോൾ ലഭിക്കുന്നോ ആ പൈസ മുഴുവൻ ഈ കാര്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഇന്നലെയും പറഞ്ഞതാണ്.